ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വീണ്ടും ഒരു ഈസ്റ്ററും കൂടി വരവായി. കഴിഞ്ഞ ഈസ്റ്ററിന് ഇതേ സമയത്ത് ഇതേ വേദിയിൽ ഞാനും എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് നാടക നടനും കാമഘട്ടത്തിലെ അഭിനയ നേതാവുമായ ജോണിയാശാൻ, മുരിങ്ങിൽ ജോണിയാശാൻ, ഞാനും ഈ ജോണിയാശാനും അതുപോലെ തന്നെ എൻ്റെ ഗുരു തബലിയിലെ ചില സൂത്രവിധികൾ പഠിപ്പിച്ച സുദർശൻ ആശാൻ എന്ന് ഞാൻ പറയാറില്ലേ, ആ സുദർശൻ ആശാനാണ് ഇത് പുറകിലിരിക്കുന്നത്. ഹായ് ആശാനെ, നമസ്കാരം. ഈ സുദർശൻ ആശാനെ പറ്റി ഞാൻ വേറൊരു കാര്യമോട് പറഞ്ഞിട്ടില്ലേ. 70-80കളിൽ കാമഘട്ടത്തിൽ അനേകം പേരെ ജീപ്പ് ഓടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇദ്ദേഹം. 70കളിൽ 70ൻ്റെ അവസാന കാലത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പ് ഓടിക്കാൻ എൻ്റെ പിതാവിനെ പഠിപ്പിച്ച ആശാനാണ് ഈ ആശാൻ. ശരിയല്ലേ ആശാനെ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ വേദിയിൽ നടന്ന പോലെ ഞങ്ങൾ മറ്റൊരു ഗാനവുമായിട്ട് ഇതേ വേദിയിൽ വീണ്ടും എത്താൻ ഭാഗ്യം ദൈവം തന്നു. ജോണിയാശാനും ആരോഗ്യവാനായിട്ടിരിക്കുന്നു, ഈ കാണുന്ന ജയനാശാനും ആരോഗ്യവാനായിട്ടിരിക്കുന്നു, സുദർശൻ ആശാനും ആരോഗ്യവാനായിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ഈശ്വരന് നന്ദി പറയുന്നു, ഞങ്ങൾക്ക് ഒരു ഈസ്റ്ററും കൂടെ കൂടാൻ ഭാഗ്യം ലഭിച്ചതിന്. അപ്പം ഞങ്ങളുടെ ചെറിയ കലാപ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുകയാണ്. സുദർശൻ ആശാനെ, ഞാൻ അടി എന്നടി രാക്കമ്മ എന്ന ഗാനം പാടിയ ആശാനൊന്ന് കൊട്ടാവോ? ഓക്കെ, 1 2 3 4. അടി എന്നടി റാക്കുമ്മ പല്ലാക്ക് നിനക്ക് എന്നെഞ്ചി കൊള്ളുന്നതടി, ഇത് കണ്ണാടി മുക്കൂട്ടി മാണിക്ക ചെവപ്പ് വെച്ചാണ് എടുക്കുന്നടി. അടി എന്നടി റാക്ക്, അടി എന്നടി റാക്കുമ്മ പല്ലാക്ക് നിനക്ക് എന്നെഞ്ചി കൊള്ളുന്നതടി, മാണിക്ക ചെവപ്പ് മച്ചാണ് ഇഴുക്കുതടി. അടി എന്നടി റാക്ക്, അടി എന്നടി റാക്കുമ്മ പല്ലാക്ക് നിനക്ക് എന്നെഞ്ചി കൊള്ളുന്നതടി, ഇത് കണ്ണാടി മുക്കൂത്തി മാണിക്ക ചെവപ്പ് മച്ചാണ് ഇഴുക്കുതടി. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാനും ജോണിയാശാനും സുദർശൻ ആശാനും നേരുന്നു. നന്ദി, നമസ്കാരം.